നമസ്കാരം. ഇന്ത്യക്ക് അഭിമാന നിമിഷമാണ്. ലോകരാജ്യങ്ങളെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് ISRO വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമായിട്ടുള്ള ആദിത്യ L1 വിജയകരമായി മുന്നോട്ട് തന്നെ. ഹാലോ ഓർബിറ്റണിൽ ആദ്യ പരിക്രമണം വിജയകരമായി ആദിത്യ L1 പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ISRO ആണ് ഈ കാര്യം ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടെ ആദിത്യ L1 രണ്ടാമത്തെ ഹാലോ ഓർബിറ്റലിലേക്ക് പ്രവേശിച്ചതായും ഗവേഷകർ അറിയിക്കുന്നു. L1-ന് അതായത് ലഗ്രാഞ്ച് പോയിന്റിൽ ചുറ്റുമുള്ള സാങ്കല്പിക ഭ്രമണപഥമാണ് ഈ പറയുന്ന ഹാലോ ഓർബിറ്റ്. ഭൂമിയിൽ നിന്നും 1.5 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഈ ഓർബിറ്റ് ഉള്ളത്. ഈ വർഷം ജനുവരി 6-നായിരുന്നു പേടകം ഓർബിറ്റലിൽ പ്രവേശിച്ചത്. 174 ദിവസം എടുത്തുകൊണ്ടായിരുന്നു ആദിത്യ L1 പരിക്രമണം പൂർത്തീകരിച്ചിരിക്കുന്നത്. പരിക്രമണത്തിനിടെ നിരവധി പ്രതികൂല ഘടകങ്ങൾ പേടകത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഫെബ്രുവരി 22-നും ജൂൺ 7-നും ബൂസ്റ്ററുകൾ ജ്വലിപ്പിച്ചു. പേടകം രണ്ടാം ഓർബിറ്ററിലേക്ക് കടന്ന സാഹചര്യത്തിൽ മൂന്നാമത്തെ മാറ്റത്തിനും വിധേയമാകുമെന്ന് ISRO അറിയിക്കുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 എന്ന സംഭവം ISRO വിക്ഷേപിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ഇത് എന്നതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത. സൗര അന്തരീക്ഷം, സൗരകാന്തിക കൊടുങ്കാറ്റുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനും സൂര്യനെ നിരീക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു ആദിത്യ L1 പ്രധാനമായും ഉന്നയിച്ചിരുന്ന പ്രധാന ലക്ഷ്യം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ വിജയത്തിന് ശേഷം തൊട്ടു പിന്നാലെ തന്നെയായിരുന്നു സെപ്റ്റംബർ 2-ന് ആദിത്യ L1 ISRO വിക്ഷേപിക്കുന്നത്. ഇതിനു പിന്നാലെ ഞായറാഴ്ച ആദ്യത്തെ ഭ്രമണപഥം ഉയർത്തുന്ന ഘട്ടം വിജയകരമായി പൂർത്തിയാക്കുകയും അടുത്ത ഘട്ടം സെപ്റ്റംബർ 5-ന് നിശ്ചയിക്കുകയും ചെയ്തു. ആകെ 5 ഘട്ടങ്ങളിലായിട്ടാണ് ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥം ഉയർത്തുന്ന പരിപാടികൾ പ്ലാൻ ചെയ്തിരുന്നത്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ 16 ദിവസം ഇരിക്കുന്ന ആദിത്യ L1 ഇപ്പോൾ വിജയകരമായി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭ്രമണപഥം ഉയർത്തുന്നത് പൂർത്തിയായ ശേഷം ഉപഗ്രഹം സൂര്യനോടടുത്തുള്ള L1 ബിന്ദു ലക്ഷ്യമാക്കി യാത്ര ആരംഭിക്കും തുടങ്ങി ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ISRO ചെയർമാൻ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഓരോ നിമിഷവും ഇന്ത്യക്കേറെ അഭിമാനകരമാകുന്ന നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ആദിത്യ L1 മുന്നോട്ട് തന്നെ പോകുകയാണ്. ചരിത്ര നേട്ടങ്ങൾ കൊയ്തുകൊണ്ടാണ് ആദിത്യ L1-ന്റെ വിജയകരമായിട്ടുള്ള ഓരോ മണിക്കൂറുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.